മുട്ടിലഴിയാനും നടക്കാനും ഒക്കെ. അർച്ചന, സന്ദീപിന്റെ മോളും ഈ മോളും ഒരു ദിവസം ജനിച്ചല്ലേ? അവളിതുവരെ കമിഴ്ന്നു വീണില്ലല്ലോ. അവളും താമസിയാതെ ഇങ്ങനെയൊക്കെ ആവും. സച്ചേട്ടാ, സച്ചേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ മോളെയും മാലുമോളെയും ഇങ്ങനെ ഒരു കാര്യത്തിലും താരതമ്യം ചെയ്യരുത്. അത് സന്ദീപ് ആദരവ് കേട്ടാ അവർക്കത് വിഷമാവും. ഏയ്, ഞാൻ അങ്ങനെ മറ്റൊരു രീതിയിൽ പറഞ്ഞല്ല. എങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞാൽ വിഷമമെങ്കിൽ സോറി. വിഷമൊന്നും ആയില്ല. അല്ല, സച്ചേട്ടൻ ഓഫീസിലേക്ക് പോകുന്നില്ലേ? പിന്നെ പോവാതെ. അച്ഛൻ പോയിട്ട് വേണം നമുക്കൊന്ന് കുളിക്കാൻ, അല്ലേ മോളെ? കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി പ്രസവിക്കുമ്പോ അമ്മയാവും. എന്റെ അറിവിൽ നീ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. നിനക്ക് ഈ ജന്മം കുട്ടികൾ ഉണ്ടാവില്ലാന്ന് ഇവിടെ ഇപ്പൊ ആർക്കാ അറിയാത്തത്? നിന്നെ പരിശോധിച്ച ഡോക്ടർമാര് തന്നെ അതിനുള്ള സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ട്. അത് ഈ വീട്ടിലെല്ലാരും കണ്ടിട്ടുള്ളതാണല്ലോ. പിന്നെങ്ങനെയാ നീ അമ്മയായത്? നിർത്ത. 10 മാസം വയറ്റിൽ ചുമന്നതുകൊണ്ട് ഒരു സ്ത്രീയും ഇതുവരെ അമ്മയായിട്ടില്ല. അതിന് കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, അതിനെ താരാട്ടുപാടി ഉറക്കണം. സ്വന്തം കുഞ്ഞിന്റെ കയ്യോ കാലോ വളരുന്നത് നോക്കി ഓരോ നിമിഷം ജീവിക്കുന്നവരാ അമ്മമാര്. അല്ലാതെ ജന്മം കൊടുത്തതുകൊണ്ട് മാത്രമേ അമ്മയാകൂ എന്നൊന്നുമില്ല. കർമ്മം കൊണ്ടും അമ്മയാവാൻ പറ്റും. എന്നെ ഇത്രയും കുറ്റം പറയുന്ന നിങ്ങൾക്ക് ഇതുവരെ അമ്മയാവാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഇതുവരെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാതിരുന്നേ? അതിന്റെ പേരില് ഇന്ന് വരെ ഈ വീട്ടിൽ ആരെങ്കിലും ഒരു വാക്കുണ്ടെങ്കിലും നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാ നിങ്ങൾ ഇങ്ങനെ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നേ? ഇത് നല്ല കഥയായി. നിന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചുന്നോ? ആരായി കള്ളൊക്കെ പറഞ്ഞു തന്നത്? ഒരു പൊടിക്കുഞ്ഞിനെ ദ്രോഹിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എന്റെ കുഞ്ഞിനെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? കുഞ്ഞിന്റെ അരികിൽ നിങ്ങൾ നിൽക്കുന്നത് കണ്ടവരുണ്ട്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ കുഞ്ഞിനെ വെള്ളത്തിലെടുത്തിട്ട് കൊല്ലാൻ നോക്കിന്നോ? പിന്നെ നീ വളർത്തുന്ന കുഞ്ഞല്ലേ, ഏത് വെള്ളത്തിലിട്ടാലും അത് നീന്തി കരയെ കയറിക്കോളൂ. അല്ലാതെ അത്ര പെട്ടെന്നൊന്നും ചാവാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി നീ ഓർത്തോ, ആ കുഞ്ഞ് ഒരുപാട് കാലം ദീർഘായുസോടെ ഈ വീട്ടിൽ ജീവിക്കുന്ന നീ കരുതണ്ട. അധിക നാള് അത് നിന്റെ കയ്യിലും ഉണ്ടാവില്ല. നീ എന്ത് കരുതി? എവിടെ നിന്ന് ഒരു ദരിദ്രവാസിയുടെ കുഞ്ഞിനെ കൊണ്ട് വളർത്തിയിട്ട് അമ്മ വേഷം കെട്ടാന്നോ? എന്നിട്ട് ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കാന്നോ? നടക്കില്ല. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ഞാൻ സമ്മതിക്കില്ല. നെല്ലിശ്ശേരിയിൽ ഈ കുഞ്ഞ് അത് വളരാനും ഞാൻ സമ്മതിക്കില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നതല്ലേ അത് നടക്കില്ല എന്ന്. ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയാ ഞാൻ വേണ്ടത് ചെയ്യൂന്ന്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. അച്ഛൻ തന്നെ തീരുമാനിക്കേ, പക്ഷെ അത് മറ്റാർക്ക് ഉപദ്രവമാകുന്ന തീരുമാനം ആവരുതെന്നേ ഉള്ളൂ. സ്നേഹ, നീ എന്തൊക്കെയാ അച്ഛനോട് പറയുന്നേ? നല്ല ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെയാ ഞാൻ അച്ഛനോട് പറയുന്നേ. ഞാൻ അച്ഛനോട് സ്വത്ത് ചെയ്ത് വെക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് പൊള്ളുന്ന എന്തിനാ? അതൊന്നും കിട്ടില്ലെന്ന് അറിയുമ്പോ സമനില തെറ്റുന്നുണ്ടോ? എന്റെ സമനിലയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അച്ഛനോടും നിന്നോടും പറഞ്ഞതാ എന്റെ മോൾക്കൊന്നും വേണ്ടാന്ന്. കണ്ടോ അച്ഛാ, ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്. ഇപ്പൊ സ്നേഹ പറയുന്ന കേട്ടോ? സ്നേഹേ, അർച്ചനയോ ആതിരയോ എന്നോടൊന്നും പറഞ്ഞിട്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിനക്കുണ്ടെങ്കിൽ അത് നീ മാറ്റണം. എന്റെ ഇഷ്ടത്തിനാ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്.
അത് അതുപോലെ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ നിർബന്ധം പിടിക്കുന്നതാ അച്ഛാ പ്രശ്നം. അച്ഛന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നതേ ഇനി അങ്ങോട്ട് നടക്കുന്ന കാര്യമല്ല. ഈ നാട്ടിലെ കോടതി നിയമമൊക്കെ ഉണ്ട്. അച്ഛന്റെ ഇഷ്ടങ്ങൾ ഞാൻ തള്ളി പറയുന്നതല്ല. അച്ഛൻ ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ എന്റെ തീരുമാനം.